ഹായ് മിശമരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിത് വെടിക്കെട്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ല വെടിക്കെട്ടൊരു ഐറ്റം ഷവർമ്മ. അപ്പോൾ നമ്മളെന്തായാലും ചപ്പാത്തി കൊണ്ട് അടിപൊളിയായിട്ടൊരു ഷവർമ്മ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് ഒരു അടിപൊളിയായിട്ടൊന്ന് സെറ്റ് ചെയ്യുകയാണ്. അതെങ്ങനെയല്ലേ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചപ്പാത്തി ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. ചിക്കൻ വീട്ടിൽ കറി വെച്ച് തന്നെയാണ്. കറി വെച്ചതിൽ നിന്നും നല്ല പീസുകൾ നോക്കി എല്ലില്ലാതെ നല്ലതുപോലെ ഇതുപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മസാല കാര്യങ്ങളൊന്നും സെറ്റാക്കണ്ട. പിന്നെ ഇത് കുറച്ച് സവാള വേണം. ഇനി നമുക്കൊരു കോഴിമുട്ട വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് മാത്രം മതി കേട്ടോ. ഇത്രയാണ് നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സവാളയിലേക്ക് ആ മുട്ടയെ പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടൊന്ന് ഉപ്പ് കൂടണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കറി വെച്ച ചിക്കൻ അത് കറി വെച്ച് തന്നെ എടുക്കണം കേട്ടോ. അതിൻ്റെ അധികം ഗ്രേവിയൊന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് തന്നെ കറക്റ്റായിട്ടുള്ള ചിക്കന് നല്ലതുപോലുള്ള ആ ഒരു നമ്മൾ കറി വയ്ക്കുന്നത് കൊണ്ട് ആ ഒരു മസാലയുടെ കാര്യങ്ങളും സകലതും ആ എരിവും ഉപ്പും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഞാനത് പെട്ടെന്ന് നമ്മൾ ഒന്ന് സിമ്പിളാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഷവർമ്മയുടെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ അതായത് കുബൂസിന് പകരം നമ്മൾ നേരെ ചപ്പാത്തി ആക്കുന്നു. പിന്നെ ഇതിൽ നമ്മൾ മയോണൈസും മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഐറ്റംസ് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തു. ഇനി ഒരു ചട്ടി നല്ലപോലെ കഴുകി നമ്മൾ അടുപ്പത്ത് വെച്ച് കത്തിക്കുകയാണ്. അപ്പോൾ ചട്ടിയിലെ ജലാംശം എല്ലാം പോയതിന് ശേഷം നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കുക്ക് ചെയ്തപ്പോൾ ഏകദേശമുള്ള എല്ലാ ദിവസങ്ങളിലും മാക്സിമം വെളിച്ചെണ്ണ തന്നെ എടുക്കും കേട്ടോ. വെളിച്ചെണ്ണ കുക്ക് ചെയ്താൽ കറക്റ്റ് നമുക്കായിട്ടുള്ള ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് എണ്ണ നല്ലപോലെ ചൂടായപ്പോൾ നമ്മളിത് കുഴച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ്, അതായത് നമ്മുടെ ചിക്കനും അതുപോലെ സവാളയും അതുപോലെ മുട്ടയും ഒക്കെ അതായത് നമ്മൾ ഈ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് തോർത്തി എടുക്കുകയാണ്. അപ്പോൾ ഇത് ചിക്കൻ സെറ്റായി. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാമേ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചങ്ങന്മാരെ ഒരിക്കലെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇതേപോലെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ മയോണൈസോ അതുപോലെ ടൊമാറ്റോ സോസോ അങ്ങനെ ഒന്നും ഞാൻ ഇത് ചേർക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലെ എടുക്കുന്നുണ്ട്. നമ്മളിത് ഇതേപോലെ മസാല ഒന്ന് ആദ്യം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ മസാല എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചിക്കനൊക്കെയാണ് കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനി ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്കിലെടുക്കാം. പിന്നെ ഞാനിതിൽ ചേർത്തിരിക്കുന്ന മുട്ടയുടെ അളവ് കൂട്ടാം, അതുപോലെ ചിക്കൻ്റെ അളവ് കൂട്ടാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സവാള ആണെങ്കിലും കൂട്ടിയിടും കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പെട്ടെന്നൊരു എന്താ പറയുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് നമ്മളൊന്ന് റെഡിയാക്കി ഒന്ന് റോള് പോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ മച്ചന്മാരെ, ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച് വീഡിയോ കാണാം. അതുവരെ ബൈ.